പിതാ കാ പ്രായശ്ചിത് സംസ്മരൺ. മക്കളെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇതിൻ്റെ ഒന്നാം ഭാഗം എല്ലാവരും ശരിക്കും മനസ്സിലാക്കി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ചോദ്യം ചോദിച്ചപ്പം എല്ലാ കുട്ടികളും മറുപടി പറഞ്ഞു. നല്ല കുട്ടികൾ. ചില ക്ലാസ്സിൽ നിന്ന് നല്ല മറുപടി വന്നിട്ടില്ല. കുറച്ച് പേര് മാത്രമേ മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും അവരെ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അവരെ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുന്നു ഓരോരുത്തരായിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കാൻ പറഞ്ഞത് കൃത്യമായി വായിച്ചു നോക്കുക. വളരെ കുറച്ച് ചോദ്യങ്ങളെ തരൂ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓൺലൈനിൽ സജീവമായിട്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? എന്തായിരുന്നു? ഓർത്തു നോക്കൂ. എന്താ മോനെ ലേറ്റ് ആയത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോ മകനൊരു കളവ് പറഞ്ഞു. എന്തായിരുന്നു കളവ്? വണ്ടി ശരിയായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയതെന്ന് മകൻ പറയുണ്ടായി അല്ലേ? ഇവിടെ ചോദ്യം ചോദിക്കുന്നു. वो झूठ बोला, कार तैयार नहीं थी इसलिए देर हो गई. इस तरह झूठ बोलना क्या सही है? क्यों? ഇതാണ് ചോദ്യം. वो झूठ बोला, അയാൾ കളവ് പറഞ്ഞു. കാർ തയ്യാർ നഹീ ഥി, കാറ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലിയേ ദേർ ഹോ ഗയി, അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന്. ദേർ ഹോനാ ലേറ്റ് ആവുക. ഇസ് തരഹ झूठ बोलना क्या सही है? क्यों? ഇതാണ് ചോദ്യം. ഇങ്ങനെ കളവ് പറയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? നമ്മൾ ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് പറയണം. ശരിയല്ല എന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് നമ്മൾ വിശദീകരിക്കണം. അതാണ് ഈ ഭാഗത്തെ ചോദ്യം. ഇതിന് ഉത്തരം ഒന്ന് എഴുതാൻ ശ്രമിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ പറയുന്നത് എന്താ നോക്കൂ. ഞാൻ വായിക്കാം. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज्यादातर रास्ता कच्चा था. सड़क सुनसानी थी और वहां कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. എന്താ ഇതിൽ പറയുന്നത് നോക്കൂ. കളവല്ലേ പറഞ്ഞത്. ഞാൻ കാറ് ശരിയായിരുന്നില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കൂ. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. നമ്മളൊക്കെ പറയാറില്ലേ, അച്ഛനാരാ മോൻ. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. മുझे इस बात का कोई अंदाजा नहीं, എനിക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്താ സംഭവം അറിയോ? പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ थे. അച്ഛൻ നേരത്തെ തന്നെ ഗാരേജിലേക്ക് വിളിച്ചു കഴിഞ്ഞിരുന്നു. 5 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു. 5 മണി കഴിഞ്ഞിട്ടും എത്താത്തതുകൊണ്ട് പിതാജി, നമ്മുടെ അച്ഛൻ അക്ഷമനായിട്ട് അച്ഛൻ ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, അല്ല വണ്ടി ശരിയായിട്ടുണ്ടോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഓ വണ്ടി നേരത്തെ ശരിയായിട്ടുണ്ട് സാർ, ഇതുവരെ കുട്ടി വന്ന് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അച്ഛനോടാണ് വന്നിട്ട് പറയുന്നത്, കാറ് ശരിയായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ലേറ്റായി. എന്തായിരിക്കും അവസ്ഥ? ഇവിടെ പറയുന്നു, എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അച്ഛൻ കൃത്യമായി ഗാരേജിലേക്ക് വിളിച്ചന്വേഷിക്കുകയും അസലിയത്തനായിട്ട് യഥാർത്ഥം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്നത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. വേ മേരെ ഝൂഠ് കോ ജാൻ ചുക്കേ ഥേ പർ ബോലെ, ഞാൻ പറഞ്ഞത് കളവാന്ന് അച്ഛന് 100% ഉറപ്പായി. പക്ഷെ അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ സേ മേനെ തുമേ ബഡാ കിയാ ഹെ
उसमें मुझसे कोई भारी चूक हुई है. അച്ഛൻ പറഞ്ഞെന്താ അറിയോ? ഞാൻ നിന്നെ വളർത്തിയ സമയത്ത് എന്തോ ഒരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ജിസ് തരഹ സെ मैंने तुम्हें बड़ा किया, ഞാൻ നിന്നെ അങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നില്ലേ? ഉസ്മേ മുജ്സെ കോയി ഭാരി ചുക്ക് ഹുയി ഹെ, അതിലെന്തോ ഒരു സംഗതി വിട്ടുപോയിട്ടുണ്ട്. ഞാൻ എന്തോ ഒരു തെറ്റ് എൻ്റെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നില്ല. ആത്മവിശ്വാസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ് അല്ലേ? ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട വല്ല കഥ ഓർമ്മയുണ്ടോ നമുക്ക്? എന്ത് കഥ ഓർമ്മയുണ്ടത്? ഈ നമ്മുടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാരാ? പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ്. എഡിസൺ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഇദ്ദേഹം തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഇദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഒരു ബൾബ് കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണ്ടേ? അങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ ഈ ബൾബ് കൊടുത്തു. അങ്ങനെ ബൾബും കൊണ്ട് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് വരിക. ജനങ്ങളുടെ മുന്നിലെത്തി ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കാൻ ആൽവ എഡിസൺ എണീറ്റ് നിന്നു. പെട്ടെന്ന് അത് സംഭവിച്ചു. ഈ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് ബൾബ് നിലത്ത് വീണി പൊട്ടി അങ്ങ് ചിതറി. സദസ്സാകെ നിശബ്ദമായി. ആർക്കും ശ്വാസം പോലും വിടാൻ പറ്റാത്തൊരവസ്ഥ. എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. നമ്മുടെയൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്താണോ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടുള്ള അടി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉറപ്പല്ലേ? പക്ഷേ തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, ഇന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നത്തെ വിശദീകരണം നമുക്ക് അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുകയും അദ്ദേഹം ഈ അസിസ്റ്റന്റിനെ വളരെ സമാധാനപരമായിട്ട് അദ്ദേഹത്തെ പുറത്ത് തട്ടുകയും ചെയ്തു. അതൊന്നും സാരമില്ല, പോട്ടെ എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? അഥവാ അദ്ദേഹം തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ ഈ അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെടുകയോ ശകാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ചോർന്നു പോകുമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടി ബൾബുണ്ടാക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ പ്രദർശിപ്പിക്കാനും കഴിഞ്ഞു. അപ്പം ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് അല്ലേ? അത് നമുക്കിങ്ങനെ സാവധാനം ഓരോ ഭാഗങ്ങളിൽ കേൾക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞു, സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നില്ല. അതാണ് സംഗതി. നിന്റെ അടുത്തല്ല തെറ്റ് എൻ്റെ അടുത്താണ്. ഞാൻ നിന്നെ വളർത്തിയ സമയത്ത് എന്തുണ്ടാകണമായിരുന്നു? കളവ് പറയാതിരിക്കാൻ, അഥവാ സത്യം പറയാനുള്ള ഒരു ആത്മവിശ്വാസം നിനക്ക് ഉണ്ടാക്കി തരണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. ഇത് ഇപ്പം ഞാൻ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് 18 മൈൽ ദൂരമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. ഇവിടുന്ന് 18 മൈൽ ദൂരം വരെ ഞാൻ പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് വാക്ക് പറയുന്നത് നടന്നിട്ട് ഞാൻ തീരുമാനിക്കും എവിടെയാണ് എനിക്ക് തെറ്റ് സംഭവിച്ചത്. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज्यादातर रास्ता कच्चा था. सड़क सुनसानी थी और वहां कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. വീട് വരെ ഞാൻ നടക്കും. 18 മൈൽ നടന്നിട്ട് ഞാൻ തീരുമാനിക്കും എവിടെയാ തെറ്റ് സംഭവിച്ചതെന്ന് പറയുകയും കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം ഓഫീസിലെ മീറ്റിങ്ങിന് വന്നിരുന്നത്. ആ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. സാധാരണ കള്ളിമുണ്ടൊക്കെ ആണെങ്കിൽ നടക്കുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കാം. കോട്ടും സൂട്ടിട്ട ഒരാള് ദക്ഷിണാഫ്രിക്കയിലൂടെ എങ്ങനെ നടന്നു പോകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതും വിദേശത്ത് നിന്ന് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, വലിയൊരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇങ്ങനെ കോട്ടും
എന്തായിരിക്കും അവസ്ഥ? അന്ധേര ഹോ ചുകാ ഥാ, ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അന്ധേര എന്നാ രാത്രി, ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. രാത്രി നല്ല സോറി ഇരുട്ട്. और ज्यादातर रास्ता कच्चा था. പിന്നെ വഴിയാണെങ്കിലോ ജ്യാദാദാർ ഭൂരിപക്ഷം കൂടുതൽ റോഡും കച്ച പറഞ്ഞാല് പക്ക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്. പക്ക എന്ന് പറഞ്ഞാൽ നല്ലത്, കച്ച പറഞ്ഞാൽ പാകമാവാത്തത്, അഥവാ കുണ്ടും കുഴിയില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. സടക്ക് സുൻസാൻ ഥി, വഴിയാണെങ്കിലോ സുൻസാൻ, ശൂന്യമായിരുന്നു. ഒരു മനുഷ്യന്മാരായിരുന്നു, നടക്കും പോലുമില്ല. വഹാൻ കോയി റോഷ്നി ഭി നഹീ ഥി, അവിടെ ചെറിയൊരു വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. റോഷ്നി എന്ന പ്രകാശം, നിലാവ് നടത്തുന്നുണ്ട്, ചെറിയ പ്രകാശം പോലും ഉണ്ടായിരുന്നില്ല. മേ പിതാജി കോ അക്കേല നഹീ ഛോഡ് സക്താ ഥാ, ഞാനാണെങ്കിൽ അച്ഛനെ ഒറ്റയ്ക്ക് വിടാനും എനിക്ക് പറ്റൂലായിരുന്നു, അഥവാ എനിക്ക് കഴിയില്ലായിരുന്നു. അച്ഛനെ ഒറ്റയ്ക്ക് വിടാനും എനിക്ക് കഴിയില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, എന്നാ അച്ഛനൊരു കാര്യം ചെയ്യും, നടന്നു വരും, ഞാൻ വണ്ടിയും കൊണ്ട് പോവാട്ടാണ്, ഒറ്റ പോക്കായിരിക്കും അല്ലേ. എന്നിട്ട് ഈ 18 മൈല് നടന്നു വരുമ്പോഴേക്കും ഒരു സിനിമയും കൂടി കാണാൻ വിചാരിച്ചിട്ട് പോയിട്ട് യൂട്യൂബ് തുറക്കും. അതാണോ ചെയ്യാ? അല്ല. അച്ഛനോടും അമ്മയോടും സ്നേഹവും ബഹുമാനവും ബാധ്യതയൊക്കെയുള്ള മക്കള് വളരെയധികം വിഷമിക്കും, മാനസികമായിട്ട് വലിയ വിഷമം നേരിടുവര്. ഏതായാലും ഈ അരുൺ ഗാന്ധിക്ക് അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയുമായിരുന്നില്ല. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे छूट पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी छूट नहीं बोलूंगा. അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ലായിരുന്നു. ആ സമയത്ത് രാത്രിയായി കഴിഞ്ഞിരുന്നു, വെളിച്ചുണ്ടായിരുന്നില്ല, റോഡ് വളരെ മോശമാണ്, പിന്നെ കരിമ്പും തോട്ടമാണ് അല്ലേ. കരിമ്പും തോട്ടത്തിൽ ഏത് ജീവിയാ ഉണ്ടാകുക നമുക്കറിയാം. എന്താ ഉണ്ടാവുക? കരിമ്പും തോട്ടത്തില് എന്തോ ഒരു ജീവി കരിമ്പും തോട്ടത്തിൽ ഇറങ്ങിയ പോലെ പറയില്ലേ, നമ്മള് പുസ്തകമൊക്കെ അടുക്കി വെക്കാതെ നിൽക്കുക. പുസ്തകമൊക്കെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മ ഒക്കെ കൂടി അടിച്ചു വാരി ലെവലാക്കി ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇട്ട് പോയ സ്ഥലത്ത് നമ്മൾ കുറെ പേപ്പറൊക്കെ വെട്ടിയിട്ട് പുസ്തകങ്ങൾ അങ്ങോട്ട് വാരിയിട്ട് ഇങ്ങോട്ട് വാരിയിട്ട് പെൻസിൽ കൂർപ്പിച്ചിട്ട് അതിന്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുണിയൊക്കെ മടക്കി വെക്കാതെ കൂടി വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്ന് പറയും, എന്താ പറയാ, ആന കരിമ്പത്തോട്ടത്തിൽ കയറി മാരി എന്ന് പറയില്ലേ. അപ്പൊ കരിമ്പത്തോട്ടത്തിൽ എന്താ ഉണ്ടാവുക? ആനയാണ് അല്ലേ. ഓക്കെ. इसलिए 5.5 घंटे तक मैं उनके पीछे धीमी गति से कार चलाता रहा. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ? 5.5 മണിക്കൂർ, 5.5 घंटे, ഘണ്ട പറഞ്ഞാല് മണി എന്നാണ്, മണി. അപ്പോ ഘണ്ടെ തക്ക് 5.5 മണി വരെ 5.5 മണിക്കൂർ സമയം മേ ഉൻകെ പീछे पीछे धीमी गति से कार चलाता रहा. ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ കാർ ഇങ്ങനെ പതുക്കെ ഓടിച്ചുകൊണ്ടേയിരുന്നു. ഒരാള് നടക്കുന്നതിന്റെ ബാക്കില് നടക്കുന്ന അത്ര പോലും സ്പീഡിലല്ലാതെ വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല റിസ്ക്കാ. ഇന്നത്തെ പോലെ ഓട്ടോമാറ്റിക് വണ്ടികളൊന്നും ഉണ്ടാവില്ല, വളരെ സാധാരണ വണ്ടികളായിരിക്കും അല്ലെ. കാലൊക്കെ വേദനിച്ച് കൈയൊക്കെ വേദനിച്ച് ആകെ ക്ഷീണിച്ചു പോകും. ഓക്കെ, എന്തോ ആയിക്കോളട്ടെ. ധീമി ഗതീസേ കാർ ചലാത്തറഹ, വളരെ പതുക്കെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ഇതിലൊരു നമ്പർ വരുന്നുണ്ട് അല്ലെ, 5.5 घंटे. അതെന്താ സംഗതി അറിയോ? 1 എന്നുള്ളതിന് എന്താ പറയാ നമുക്കൊക്കെ അറിയാം, ഏക്ക്. ഇനി 1.5 എന്താ പറയാ? ഡേഡ് എന്ന് പറയും, ദേഡ് എന്ന് പറയും. അതെന്തോ ഉച്ചാരണത്തിൽ വരുന്ന ഹിന്ദിക്കാരും മലയാളികളും തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ 2.5 ഢായി എന്ന് പറയും. ഢായി എന്നും പറയും, ഢായി എന്നും പറയും. നമ്മൾ ഢായി എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി 3.5 എന്താ പറയാ, 3 എന്ന് പറയില്ലേ. 3 മുതൽ മുകളിലേക്കുള്ള നമ്പറുകൾക്ക് സാഡെ ചേർത്ത് പറഞ്ഞാൽ മതി. ഉദാഹരണമായിട്ട് 3.5 3.5, 4.5 4.5, 5.5 5.5, 6.5 6.5, 7.5 8.5, 9.5 10. അങ്ങനെ എത്ര വരെ വന്നാലും വേണ്ടില്ല, അതിനൊക്കെ സാഡെ ചേർത്തിട്ട് ആ നമ്പറാണ് പറഞ്ഞാൽ മതി.
ഉദാഹരണം 15:30-ക്കാണെങ്കിൽ 15:30 എന്നാണ് പറയാം. 15:30. ഓക്കെ, ക്ലിയർ ആയോടെ? അപ്പോൾ 1:30, 2:30 ഇതിന് മാത്രമേ ചെറിയ വ്യത്യാസം. ഓക്കെ. और मेरे छूट पर पिताजी को प्रायश्चित करते हुए देखता रहा. ഈ 5:30 മണിക്കൂർ അച്ഛൻ്റെ പുറകെ പതുക്കെ കാർ ഓടിച്ചുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന്, ഞാൻ പറഞ്ഞ കളവിന് പ്രായശ്ചിത്തം ചെയ്യുന്നത്, അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഉസ് ദിൻ മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ. ആ ദിവസം ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. എന്തായിരുന്നു ആ തീരുമാനം എന്നറിയോ? മേ കഭി ഭി ഝൂഠ് നഹീ ബോലൂംഗ. ഒരിക്കലും, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ കളവ് പറയില്ല എന്നൊരു തീരുമാനം അദ്ദേഹം എടുക്കുകയും ചെയ്തു. मैं अक्सर इस घटना के बारे में सोचता हूँ. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे ये घटना कल ही खड़ी हो. अहिंसा की यही शक्ति है. എന്താ പറഞ്ഞു നോക്കാം. मैं अक्सर इस घटना के बारे में सोचता हूँ. ഞാൻ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഇതൊരു ഓർമ്മക്കുറിപ്പാണല്ലോ, ഓർക്കാറുണ്ട്. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്. എൻ്റെ അച്ഛനും മറ്റുള്ള പാലകോം കി തര, മറ്റുള്ള രക്ഷിതാക്കളെ പോലെ സജാ ദി ഹോത്തി തോ, ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, സജ പറഞ്ഞാൽ ശിക്ഷ, ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ക്യാ മേനെ കോയി സബക് സീഖാ ഹോത്താ, ഞാൻ ഏതെങ്കിലും പാഠം പഠിക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ലെസൺ അതിൽ നിന്ന് കിട്ടുമായിരുന്നു, എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. ഇല്ല, നമുക്കൊക്കെ സംഭവിക്കുന്ന പോലെ അമ്മയോ അച്ഛനോ ഒരടി അടിച്ചാൽ കഴിഞ്ഞു, ആ അടിയോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെയും നമ്മൾ അതേ തെറ്റ് ആവർത്തിക്കും. വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ, എന്നാലും ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളും കളവുകളും പറയാത്തൊരാരും ഉണ്ടാവില്ല. ഓക്കെ, പറയാതിരിക്കാൻ നോക്കാം അല്ലേ, ഇത്രയും പറയാൻ പറ്റൂ. ആ എന്താ പറയുക, ഷായദ് നഹീം, ഒരു പക്ഷേ ഇല്ല, പുതിയൊരു പാഠം പഠിക്കുമായിരുന്നില്ല. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. ശിക്ഷ ലഭിച്ചതിന് ശേഷവും കളവ് പറയുക എന്നുള്ള എൻ്റെ സ്വഭാവം മാറില്ലായിരുന്നു. അവിടുന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നടുക്ക് ആളുകളുടെ ഇടയിൽ വെച്ച് ഒറ്റ അടി അടിച്ചാൽ പോലും കളവ് പറയുക എന്നുള്ള എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ അച്ഛൻ പറഞ്ഞത് എന്താ? ഞാൻ നിന്നെ വളർത്തിയെടുത്ത മോനെ, തെറ്റിൻ്റെ അടുത്താണ് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ നിന്നെ വളർത്തിയപ്പോൾ എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, സത്യം പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നില്ല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അല്ലേ. പണ്ടൊരാള് സൈക്കിൾ ഇടിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കഥ കേട്ടിട്ടില്ലേ? ഒരാള് പിന്നെ നടന്നിങ്ങനെ പോവായിരുന്നു, പാവം. നടന്നിങ്ങനെ പോയ സമയത്ത് ഒരു സൈക്കിളുണ്ട് നല്ല സ്പീഡിൽ വരുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? റോട്ടിൽ നിന്ന് മാറിയിരുന്നപ്പം സൈക്കിൾ അദ്ദേഹത്തിന് നേരെ വന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തോ, ഡ്രൈനേജ് ഉണ്ടാവില്ലേ, അടിച്ചാലെന്ന് പറയില്ലേ, ഡ്രൈനേജിന്റെ അപ്പുറത്തേക്ക്. പക്ഷെ സൈക്കിൾ എന്നിട്ടും വന്നിട്ട് അയാൾ നേരെ ഒന്ന് കുത്തി. അപ്പൊ അയാൾ നീച്ചിട്ട് പറയാ, കുട്ടിയെ, തെറ്റിന്റെ അടുത്ത് തന്നെയാണ്, നിന്നെ കണ്ടപ്പോ ഞാൻ മരത്തിൽ കയറണമായിരുന്നു, അതുണ്ടായില്ല, അപ്പൊ തെറ്റിന്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ കുട്ടീനോട് പറയണേ, പോലെ തെറ്റിന്റെ അടുത്താണ്. നിന്നെ വളർത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ നടന്ന് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നതാണ് നടന്നത്. അങ്ങനെ ആ നേരത്ത് പിടിച്ച അച്ഛൻ പൊട്ടിച്ചിരുന്നെങ്കിൽ, ഒന്നങ്ങട്ട് പൊട്ടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തെങ്കിലും മാറ്റം ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. सजा रहने के बाद भी
मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. ശിക്ഷ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും എൻ്റെ കളവ് പറയുക എന്നുള്ള സ്വഭാവം ഒരു പക്ഷേ എന്നിൽ നിന്ന് മാറുകയായിരുന്നു. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. പക്ഷേ ഈ അഹിംസക് ഘടന, അഹിംസ നോൺ വയലൻസ് അല്ലേ, പിന്നെ ആരെയും കൊല്ലാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല, ആരെയും പീഡിപ്പിക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്നുള്ള ആ സംഭവം അത് അച്ഛൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ് അയാൾ, മണിലാൽ ഗാന്ധി അല്ലേ. ബ്രിട്ടീഷുകാരിങ്ങനെ തോക്ക് ചൂണ്ടുമ്പോൾ മുഖത്തടിക്കുമ്പോഴൊക്കെ ഒരു മുഖത്തടിച്ചാൽ മറ്റേത് കൂടി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അദ്ദേഹം പഠിച്ചതാണ്. ഇസ് അഹിംസക് ഘടന കാ മേരെ ഊപ്പർ ബഹുത് ഗഹരാ അസർ ഹുവ. വളരെയധികം പ്രഭാവം ചെലുത്തി ഈ സംഭവം എൻ്റെ മനസ്സിൽ, വല്ലാതെ എഫക്റ്റ് ചെയ്തു എൻ്റെ മനസ്സിനെ അത്. മുझे लगता है जैसे ये घटना कल ही घटी हो. എനിക്ക് തോന്നുന്നു ഇന്നലെ സംഭവിച്ച പോലെ, ആ സംഭവങ്ങൾ ഇന്നലെ കഴിഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുക. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ടല്ലേ, ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതിൽ അതിയായ സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ, അതിയായ സുഖം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിയായ സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിൽ, വികാരത്തിൻ്റെ ഏതെങ്കിലും എക്സ്ട്രീം സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ആ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നും. മുझे लगता है जैसे ये घटना कल ही खड़ी हो. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അഹിംസയ്ക്ക് യഹി ശക്തി ഹേ. അഹിംസയുടെ ശക്തി അതാണ്. അതെൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്, എൻ്റെ മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ് എന്ന് അരുൺ ഗാന്ധി പറയുന്നു. ഇതാണ് പാഠം. ഓക്കെ, പാഠം കഴിഞ്ഞു. ബാക്കി വർക്ക്ഷീറ്റ് ഇതാ വരുന്നു അടുത്ത ദിവസം. റൈറ്റ്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.